ഗുരുഗ്രാമിൽ പഠിക്കുകയാണ് ത്രിപുര സ്വദേശിനി. അവളാണ് പീഡനത്തിന് ഇരയായത്. ഗുരുഗ്രാമിലെ സ്വകാര്യ സർവകലാശാലയിൽ BSc ബയോടെക്നോളജി വിദ്യാർത്ഥിനിയാണ് ആ 19-കാരി. ഡൽഹി സ്വദേശിയായിട്ടുള്ള 19-കാരൻ ശിവം. ഈ ശിവത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ പെൺകുട്ടി നേരിട്ടത്. അവളുടെ തല മുതൽ കാലിന്റെ നഖം വരെയുണ്ട് പീഡനത്തിന്റെ പാടുകൾ. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരാവസ്ഥയിലുമാണ്. 2025 സെപ്റ്റംബറിൽ ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. ഗുരുഗ്രാമിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു ഈ പെൺകുട്ടി. അങ്ങനെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടു. ഇവർ തമ്മിൽ അടുപ്പത്തിലായി. ആ അടുപ്പം അങ്ങനെ വളർന്നു. ഒടുവിൽ ഗുരുഗ്രാമിലെ ആ സെക്ടർ 69-ൽ ഇവർ ഒരുമിച്ച് താമസം ആരംഭിച്ചു. രണ്ടുപേരും വിവാഹം കഴിക്കാനും തീരുമാനമെടുത്തിരുന്നു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹ ആലോചനകൾ തുടങ്ങിയിരുന്നു എന്നൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ടുകളുമുണ്ട്. ആദ്യമൊക്കെ ഈ ബന്ധം വളരെ ഭംഗിയായി പോയി. നല്ല സ്നേഹത്തിലായിരുന്നു രണ്ടുപേരും. പക്ഷെ പിന്നീട് എപ്പോഴോ ആ താളം തെറ്റി. പെൺകുട്ടി തന്നെ വഞ്ചിക്കുന്നു എന്ന് ശിവം സംശയിക്കാൻ തുടങ്ങിയിടത്ത് നിന്ന് ക്രൂരതയുടെയും തുടക്കമായി. ക്രൂരത എന്ന് പറഞ്ഞാൽ പോരാ, കൊടും ക്രൂരതയാണ്. അവളെ മാനസികമായും ശാരീരികമായും ഈ ശിവം ഉപദ്രവിക്കാൻ തുടങ്ങി. ഫെബ്രുവരി 16-ാം തീയതി രണ്ടുപേരും തമ്മിലൊരു വഴക്കുണ്ടാവുകയാണ്. അങ്ങനെ ആ വഴക്കിനെ തുടർന്ന് യുവാവ് പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ചു. ഒരു മെറ്റൽ ബോട്ടിൽ കൊണ്ട് അവളുടെ തലക്കടിച്ചു. എന്നിട്ട് ആ തല ഭിത്തിയിലേക്ക് ആഞ്ഞ് അടുപ്പിച്ചു. ഫർണിച്ചറുകളിലും ചുമരിലുമൊക്കെ തല ഇടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. ഒരു കത്തിയെടുത്ത് അവളുടെ കാലിൽ മുറിവുണ്ടാക്കി. ഇതിനുശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ സാനിറ്റൈസർ ഒഴിച്ച് തീ കൊളുത്താനായിരുന്നു ശ്രമം. ഒരിക്കലും നീ എഴുന്നേറ്റ് നടക്കരുത്, ഒരിക്കലും നീ ഇനി ഒരു അമ്മയാകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഇയാളുടെ അതിക്രമം മുഴുവൻ. പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയും യുവാവ് ഈ ഫോണിൽ പകർത്തി. പീഡന വിവരം, താൻ ആക്രമിച്ച വിവരം പുറത്തു പറഞ്ഞാൽ ആ വീഡിയോ പ്രചരിപ്പിക്കും, നശിപ്പിച്ചു കളയും എന്നുള്ളതായിരുന്നു യുവാവിന്റെ ഭീഷണി. ഏതാണ്ട് 3 ദിവസത്തിന് ശേഷമാണ് ആ പെൺകുട്ടിക്ക് ഈ കാര്യമൊന്ന് പുറം ലോകത്തേക്ക് അറിയിക്കാൻ കഴിച്ചത്. അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഭക്ഷണം പോലും നൽകാതെ. ഈ പ്രതിയുടെ ഫോൺ അവൾ തന്ത്രപൂർവ്വം കൈക്കലാക്കി. എന്നിട്ട് അവളുടെ അമ്മയെ ഫോൺ വിളിക്കുകയാണ്. അമ്മ ത്രിപുരയിലാണ്. പെൺകുട്ടി അമ്മയുമായി സംസാരിക്കുന്നത് ശിവം കേട്ടു എത്തി. പക്ഷേ ഈ രണ്ടുപേരും സംസാരിച്ചത് ബംഗാളി ഭാഷയിലായിരുന്നു. അത് ശിവത്തിന് വശമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒന്നും മനസ്സിലായതുമില്ല. ജീവനോടെ എന്നെ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കൂ അമ്മേ എന്നായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള ആ പെൺകുട്ടിയുടെ അപേക്ഷ. 3 ദിവസം പൂട്ടിയിട്ടു, ഭക്ഷണം നൽകാതെ, ഒപ്പം കൊടും ക്രൂരതയും. അങ്ങനെ അമ്മയ്ക്ക് എത്തിയ ആ ഫോൺ കോളിലാണ് ആ പെൺകുട്ടിക്കുള്ള മോചനത്തിന് വഴിയൊരുങ്ങുന്നത്. അമ്മ പറയും, मेरा लड़की बोला माँ 3 दिन लगा था शिवम एक ही रूम पे मुझे अटक करके रख दिया, लॉक करके रखा, खाना खुना कुछ नहीं दिया, मेरे ऊपर सूसू किया, मेरे लड़की के ऊपर सूसू किया। ये लड़की को सूसू खिलाया, उसको बोला ये सैनिटाइजर दे के प्राइवेट पार्ट दिन में 3 बार जला दिया, 3 दिन लगातार मेरी लड़की को ऐसे किया। ये मेरा लड़की तो त्रिपुरा से इधर आया बायोटेक पढ़ने के लिए गुरुग्राम GD गोयंगा कॉलेज में, और उसको साथ ऑनलाइन में फ्रेंड हो गया। ये मैं उस दिन बोला तो मेरा लड़की बोला आज मार डालेगा मेरा लड़का शिवम। मेरा लड़की का हालत ज़्यादा ठीक ही नहीं है, बहुत खराब है उसका हालत. മൂത്രം കുടിപ്പിക്കുന്ന ക്രൂരത വരെ, അങ്ങനെ വരെ ചെയ്തു ആ ലിവിൻ പാർട്ട്ണറായിട്ടുള്ള ആ പ്രതി. ഇയാൾക്കെതിരെ ബലാത്സംഗം, കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങൾ കൂടി ചുമത്തണമെന്ന് ആ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വൈദ്യപരിശോധനയിൽ ബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് അവളുടെ അഭിഭാഷക പറയുന്നത്. जी, उनके पापा ने ये भी कंफर्म किया कि मेडिकल एग्जामिनेशन में रेप का भी कंफर्मेशन है, लेकिन जो सेक्शंस बादशाहपुर थाने में डाला है वो सिर्फ माइनर हर्ट का है, और सिर्फ हर्ट का जो सेक्शन है इम्पोज किया है, ये तो अटेम्प्ट टू मर्डर भी है ना।
और रेप का भी चार्जेस कुछ भी नहीं लगाया इसमें। और जो भी कंफर्मेशन था उनके पापा ने ही दिया था। मैं पुलिस वाले तो लाइक वो लोग फैंसी ड्रेस में थे, अपने ड्रेस में भी नहीं आए थे। तो जैसे मैं गई, थोड़ा लेट हो गया था जाम की वजह से, तो उनको आईसीयू के अंदर ही रख दिया, फिर बाहर भी आने नहीं दिया और फोन भी उन्होंने स्विच ऑफ कर लिया था। ഇനി അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ മുറിയിൽ നിന്ന് ഇയാളുടെ പിടിയിൽ എങ്ങനെ പുറത്തെത്തിയെന്ന് ആദ്യം സൂചിപ്പിച്ചു. അമ്മയ്ക്കെത്തിയ ആ ഫോൺ കോൾ ആണ് നിർണായകമായത്. മകളുടെ ഫോൺ കോൾ വന്നതിന് പിന്നാലെ എമർജൻസി നമ്പറായിട്ടുള്ള 112 അമ്മ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് സഹായത്തിനെ അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് ഗുരുഗ്രാം പോലീസ് അവർ താമസിക്കുന്ന ആ PG സെന്ററിൽ അവിടെ എത്തുന്നത്. തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും में विक्टिम की फैमिली के द्वारा गुरुग्राम पुलिस को इन्फॉर्म किया गया था कि उस लड़की को कहीं पर उसके किसी दोस्त के द्वारा उसकी पिटाई की जा रही है। पुलिस के द्वारा इस लड़की को रेस्क्यू किया गया था और उसको हॉस्पिटलाइज कराया गया था, जो कि फिलहाल अंडर ट्रीटमेंट है, जिसकी जो स्थिति है वो फिलहाल स्टेबल है। पुलिस के द्वारा इसमें तुरंत ही कार्रवाई करते हुए जो एक्यूज था, जिसका नाम शिवम था, 19 वर्षीय ये व्यक्ति था, इसको तुरंत ही गिरफ्तार कर लिया गया था। इस केस में कंप्लेनेंट की जो रिटन कंप्लेंट थी उसके बेसिस पर जो सेक्शंस, उसमें सीरियस सेक्शंस थी, इसमें रेप के साथ में और अन्य जो सेक्शन थी वो पुलिस के द्वारा लगाई गई है। ആദ്യം ഗുരുഗ്രാമിലെ തന്നെ സർക്കാർ ആശുപത്രിയിലാണ് ആ പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചത്. പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിനുള്ള സൗകര്യമില്ലായിരുന്നു. എയിംസിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. അവിടെയും നിൽക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് ആ പെൺകുട്ടിയെ മാറ്റിയിരിക്കുന്നത്. അവളുടെ മുഖം അത് കാണിക്കുക പ്രയാസകരമാണ്. പക്ഷേ അവളുടെ മുഖം കാണുമ്പോൾ ആരും ഒന്ന് വിറച്ചു പോകും. അത്രമാത്രം കണ്ണ് തുറക്കാൻ വയ്യാതെ 2 കണ്ണുകൾ. തലയിൽ ആകമാനം മുറിവുകളാണ്. ഭിത്തിയിലേക്ക് അവൻ ആഞ്ഞാഞ്ഞ് ഇടിച്ചതിൻ്റെ. കയ്യിലും കാലിലുമൊക്കെ മുറിവുകൾ കാണാം, കത്തി കൊണ്ട് വരഞ്ഞത്. ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനം. അത് ലിവിൻ പാർട്ട്ണറാണ്. ഈ അമ്മ പറയുന്നുണ്ട്, ഇയാളുമായി ശിവവുമായിട്ടുള്ള ഈ ബന്ധം തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് ഞാൻ മകളെ ഉപദേശിച്ചതാണ്. അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തീരെ ശിവവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ. പക്ഷേ പ്രണയത്തിൻ്റെ പേരിൽ അവൾ അതെല്ലാം ഒഴിവാക്കി. അമ്മയുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. എന്താണെങ്കിലും അതിദാരുണമായിട്ടുള്ള അവസ്ഥയിൽ അവളിപ്പോൾ ആശുപത്രിയിൽ തൻ്റെ ശാരീരിക അവസ്ഥയോട് മല്ലടിക്കുകയാണ്. ആരോഗ്യവതിയെ അവൾ മടങ്ങിയെത്തി അതിജീവിക്കും എന്ന പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.